കൊല്ലം തേവലക്കരയിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. രാവിലെ സ്കൂൾ ടൈം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അപകടം സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്കൂളിന് സമീപത്തുകൂടി അപകടകരമായി വൈദ്യുതി കമ്പി പോകുന്നുണ്ടായിരുന്നു. അവിടെ കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് സ്കൂളിന്റെ മുകളിലേക്ക് വീണു. അത് എടുക്കാനായി സൺഷെയ്ഡ് പോലെയുള്ള ഭാഗത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റു എന്ന വിവരമാണ് വരുന്നത്. കുട്ടിയെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ വാർത്തയാണ് തേവലക്കരയിൽ നിന്ന് വരുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വന്നതാണ് മിഥുൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ ചെരുപ്പ് ഇതിന്റെ കൂരയിലേക്ക് വീണു. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ആ ചരിഞ്ഞ ഭാഗത്തേക്ക് കയറിയ സമയത്ത് ഷോക്കേറ്റു എന്നുള്ളതാണ്. ആ ഷോക്കേറ്റ് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഏത് കുട്ടികളായാലും അവിടെ നിന്ന് കളിക്കും സ്വാഭാവികമാണ്. എന്തെങ്കിലും വീണാൽ ഇറങ്ങിയെടുക്കാം. അത്ര നീളത്തിൽ ഷീറ്റുണ്ട്. അതിന്റെ അപകട സാഹചര്യമൊന്നും പക്ഷേ കുട്ടികൾ അങ്ങനെ ആലോചിക്കണമെന്നില്ല. ഇതൊരു ചെറിയ സൺഷെയ്ഡ് ഒന്നുമല്ലോ, നീളത്തിൽ സ്ഥലമുണ്ട്. ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. ഒരുപക്ഷെ കയ്യോ തലയോ തട്ടിയിട്ടുണ്ടാകാം വൈദ്യുതി കമ്പിയിൽ. അത്ര അടുത്തുകൂടിയാണ് അപകടകരമായ ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത്. എത്രത്തോളം ഗൗരവമുള്ള വീഴ്ചയാണ് അവിടെ ഉണ്ടായതെന്നത് ഈ ഒറ്റ ദൃശ്യത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. നാട്ടുകാർക്കും അവിടുത്തെ PTA-ക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എല്ലാവർക്കും കാണുന്ന സ്ഥലത്തുകൂടിയായിരുന്നു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കാണേണ്ടത് തന്നെയായിരുന്നു.